അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 14 ചൊവ്വാഴ്ച. ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ അവസാനം ലഭിച്ച കണക്കനുസരിച്ച് 64.25% പോളിംഗ് രേഖപ്പെടുത്തി. അന്തിമ കണക്കുകളിൽ മാറ്റം വന്നേക്കും. ഇന്നലെ നടന്ന വിവിധ സംസ്ഥാനങ്ങളിലെ പോളിംഗ് ശതമാനം: ആന്ധ്രാപ്രദേശ് 68.12, ബീഹാർ 55.90, ജമ്മു കാശ്മീർ 36.88, ജാർഖണ്ഡ് 63.37, മധ്യപ്രദേശ് 68.63, മഹാരാഷ്ട്ര 52.75, ഒഡീഷ 63.85, തെലങ്കാന 61.39, ഉത്തർപ്രദേശ് 57.88, ബംഗാൾ 76.02. സർക്കാരിന്റെ അശാസ്ത്രീയ സീറ്റ് പരിഷ്കരണ നയം കാരണം ഏറെ ദുരിതം അനുഭവിക്കുന്നത് പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാതെ പിണറായി സർക്കാർ വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ച് പന്താടുകയാണെന്നും വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ 1,00,000-ൽ പരം വിദ്യാർത്ഥികളാണ് +1 പ്രവേശനത്തിന് സീറ്റില്ലാതെ നെട്ടോട്ടമോടുന്നതെന്നും കെ സുധാകരൻ പറഞ്ഞു. രാജ്യസഭാ സീറ്റിനെ ചൊല്ലി LDF-ൽ തർക്കമെന്ന് റിപ്പോർട്ടുകൾ. എളമരം കരീമിന്റെയും ബിനോയ് വിശ്വത്തിന്റെയും ജോസ് കെ മാണിയുടെയും രാജ്യസഭയിലെ ഒഴിവുവരുന്ന 3 സീറ്റുകളിൽ 2 LDF-ന് ജയിക്കാം. 1 CPM ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. 2ാം സീറ്റിലാണ് CPI കേരള കോൺഗ്രസ് തർക്കം. സീറ്റ് വിട്ടുനൽകില്ലെന്ന് CPI ഉറച്ച നിലപാടെടുക്കുമ്പോൾ ജോസ് കെ മാണി ഒഴിയുന്ന സീറ്റിൽ കേരള കോൺഗ്രസും അവകാശവാദം ശക്തമാക്കി. സംസ്ഥാനത്തെ ഒഴിവുവരുന്ന 3 രാജ്യസഭാ സീറ്റിൽ 1 സീറ്റ് മത്സരിക്കാൻ വേണമെന്ന നിലപാടുമായി ജോസ് കെ മാണി. UDF വിട്ടുവന്നപ്പോൾ രാജ്യസഭാ സീറ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നെന്നും അത് നൽകണമെന്ന് വാദിക്കാനുമാണ് പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം. LDF-ന്റെ തുടർഭരണത്തിന് വഴിയൊരുക്കിയത് മാണി ഗ്രൂപ്പിന്റെ മുന്നണി മാറ്റ നിലപാടാണെന്നും അതിനാൽ രാജ്യസഭാ സീറ്റിന് അർഹതയുണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ബീരുവിനെ പോലെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതെന്തിനാണെന്ന് കാസർഗോഡ് MPയും UDF സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ. പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ആരോപണങ്ങൾ മറുപടി അർഹിക്കുന്നില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. വാർത്താ സമ്മേളനം നടത്തിയാൽ മറുപടി രേഖാമൂലം നൽകുമെന്നും ഉണ്ണിത്താൻ വിശദമാക്കി. രാജ്മോഹൻ ഉണ്ണിത്താനും ബാലകൃഷ്ണൻ പെരിയയും തമ്മിലുള്ള പ്രശ്നത്തിൽ 2-അംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് എന്നിവരാണ് അന്വേഷണ കമ്മീഷനിലുള്ളത്. യാത്രക്കാർക്ക് ശുദ്ധമായ ദാഹജലം ഉറപ്പാക്കുന്നതിനായി ഹില്ലി അക്വായും KSRTCയുമായി ചേർന്ന് കുടിവെള്ള വിതരണ പദ്ധതി ആരംഭിക്കുന്നു. 1 ലിറ്ററിന് 15 രൂപ നിരക്കിൽ സൂപ്പർഫാസ്റ്റ് മുതൽ ഉയർന്ന ശ്രേണിയിലുള്ള എല്ലാ സർവീസുകളിലും ബസിനുള്ളിൽ തന്നെ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമാണ് നടപ്പിലാക്കുന്നത്. ബൾക്ക് പർച്ചേസിംഗ് സംവിധാനവും KSRTC ഒരുക്കുന്നുണ്ട്. പൊന്നാനിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ചുണ്ടായ അപകടത്തിൽ യുവരാജ് സാഗർ എന്ന കപ്പൽ കസ്റ്റഡിയിലെടുത്തു. കോസ്റ്റൽ പോലീസിന്റേതാണ് നടപടി. അപകടത്തിൽ 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചിരുന്നു. അലക്ഷ്യമായി കപ്പലോടിച്ചതിനും ജീവഹാനി വരുത്തിയതിനും കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കാഫിർ സ്ക്രീൻഷോട്ട് സംഭവത്തിൽ വടകര SPക്ക് പരാതി നൽകി ആരോപണ വിധേയനായ ഖാസിം. പ്രചരിച്ച സ്ക്രീൻഷോട്ട് വ്യാജമാണെന്നും കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിലുള്ള യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ശൂന്യതയിൽ നിന്നും നുണബോംബ് പൊട്ടിച്ച് നാട്ടിൽ വർഗീയ കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യ ദ്രോഹികൾക്കെതിരെയുള്ള നിയമപോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നും പാറക്കൽ അബ്ദുള്ള MLA അറിയിച്ചു. സംസ്ഥാനത്ത് 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടാത്ത കുട്ടികൾക്ക് മെയ് 28 മുതൽ ജൂൺ 4 വരെ പരീക്ഷ നടത്തും. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷാ ഭവൻ വിജ്ഞാപനമിറക്കി. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്.
വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ഒന്നാം ഘട്ട നിർമ്മാണമായ 2.959 കിലോമീറ്റർ നീളമുള്ള പുലിമുട്ട് പൂർത്തിയായതായി മന്ത്രി വി എൻ വാസവൻ. ഇപ്പോൾ പുലിമുട്ടിന്റെ സംരക്ഷണ ഘടകങ്ങൾ സ്ഥാപിക്കുന്നത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരമാലകളിൽ നിന്ന് തുറമുഖ തീരത്തിന് സംരക്ഷണം ഒരുക്കുകയും കപ്പലുകൾക്ക് സുരക്ഷിതമായി നങ്കൂരം ഇടുന്നതിനായുള്ള ശാന്തമായ കടൽ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് പുലിമുട്ടിന്റെ നിർമ്മാണ ഉദ്ദേശമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ അടച്ചുപൂട്ടുന്നുവെന്ന തരത്തിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് റെയിൽവേ. പാലക്കാട് ഡിവിഷൻ അടച്ചുപൂട്ടുന്നതോ വിഭജിക്കുന്നതോ സംബന്ധിച്ച് ചർച്ച പോലും നടന്നിട്ടില്ല. പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂൺ 3 എറണാകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. നിയമന അംഗീകാരം ലഭിക്കാത്ത അധ്യാപകർക്കും പരിശീലനത്തിൽ പങ്കെടുക്കാമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി ഈ മാസം 28 തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തും. SSLC പരീക്ഷാ നിലവാരം ഉയർത്തുന്നതിനായാണ് പ്രത്യേക കോൺക്ലേവ് നടത്തുന്നത്. ഹൃദ്രോഗ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മന്ത്രി KN ബാലഗോപാലിനെ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാക്കി. 2 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇന്നലെ നടത്തിയ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ കണക്കുകൾ പുറത്തുവിട്ട് മോട്ടോർ വാഹന വകുപ്പ്. 117 പേർക്ക് ഇന്നലെ ടെസ്റ്റ് നടത്തി. 52 പേർ വിജയിച്ചു. തിരുവനന്തപുരം മുട്ടത്തറയിൽ പോലീസ് കാവലിൽ പ്രതിഷേധക്കാരെ മറികടന്നാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്റെ മകൾക്കടക്കം ടെസ്റ്റ് നടത്തിയത്. വടകരയിലെ RMP നേതാവ് ഹരിഹരന്റെ വീട്ടിലെ സ്ഫോടനത്തിന് ഉത്തരവാദി CPM ആണെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ. ഹരിഹരനെതിരെ ആക്രമണം നടത്താൻ CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ പരോക്ഷമായി ആഹ്വാനം ചെയ്തുവെന്നും ഷാഫി പറമ്പിൽ ജയിക്കുമ്പോൾ വടകരയെ CPM സംഘർഷഭൂമിയാക്കുമെന്നും വടകരയിലെ സൈബർ ആക്രമണത്തിൽ കുറ്റവാളികളെ പോലീസ് പിടികൂടണമെന്നും പ്രവീൺ കുമാർ ആവശ്യപ്പെട്ടു. RMP നേതാവ് ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ DYFIക്ക് പങ്കില്ലെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്. ഹരിഹരനിലൂടെ പുറത്തുവന്നത് UDFന്റെ മനോനിലയാണ്. CPM പുറത്താക്കുന്നവരെ വലയിലിട്ട് പിടിച്ച് ഹരിഹരന്മാരാക്കുന്നതാണ് കോൺഗ്രസ് രീതി. അതോടൊപ്പം മുക്കം ഫൈസിക്ക് നിസ്കരിക്കാൻ മുട്ടിയെന്ന ഹരിഹരന്റെ പരാമർശത്തിൽ ലീഗ് നിലപാട് വ്യക്തമാക്കണമെന്നും V വസീഫ് ആവശ്യപ്പെട്ടു. പാനൂർ വിഷ്ണുപ്രിയ കൊലപാതക കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ. വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് 10 വർഷം തടവും 2 ലക്ഷം രൂപയും പിഴയും കൊടുക്കണം. പ്രണയനൈരാശ്യത്തിന്റെ പകയിൽ വീട്ടിൽ അതിക്രമിച്ച് കയറിയ ശ്യാംജിത്ത് വിഷ്ണുപ്രിയയെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. വിധി തൃപ്തികരമാണെന്നും സന്തോഷമുണ്ടെന്നും പ്രോസിക്യൂഷനും വിധിയിൽ ആശ്വാസമുണ്ടെന്ന് വിഷ്ണുപ്രിയയുടെ കുടുംബവും പ്രതികരിച്ചു. മലപ്പുറത്ത് ഹെപ്പറ്റൈറ്റിസ് രോഗവ്യാപനം കുറഞ്ഞെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക വ്യക്തമാക്കി. ജില്ലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാൻ ജനങ്ങൾ തയ്യാറാവണമെന്നും DMO പറഞ്ഞു. രോഗിയുമായി ബന്ധപ്പെടുന്നതിൽ കോവിഡ് കാലത്തെ പോലെ ജാഗ്രത വേണമെന്നും ജില്ലയിൽ 4000-നടുത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്തുവെന്നും DMO വ്യക്തമാക്കി. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സുശീൽ കുമാർ മോദി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താരപ്രചാരകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും രോഗബാധിതനായതോടെ വിട്ടുനിന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായി വാരാണസിയിൽ മോദി ഇന്നലെ റോഡ് ഷോ നടത്തി. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പമാണ് 5 കിലോമീറ്റർ റോഡ് ഷോ നടത്തിയത്. ഇന്ന് രാവിലെ 11:40 മോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. തുടർച്ചയായി 3-ാം തവണയാണ് മോദി വാരാണസിയിൽ ജനവിധി തേടുന്നത്. ഇത്തവണ ഭൂരിപക്ഷം 5 ലക്ഷത്തിന് മുകളിൽ ലഭിക്കുമെന്നാണ് BJPയുടെ അവകാശവാദം. മുഖ്യമന്ത്രിയുടെ PA മർദ്ദിച്ചെന്ന് ആരോപിച്ച് AAP MP സ്വാതി മലിവാൾ രേഖാമൂലം പരാതി കിട്ടിയിട്ടില്ലെന്നും സംഭവം അന്വേഷിക്കുകയാണെന്നും ദില്ലി പോലീസ് പറഞ്ഞു. സംഭവം കെജ്രിവാളിനെതിരെ BJP ആയുധമാക്കി. മുഖ്യമന്ത്രിയെ കാണാനെത്തിയ തന്നെ കെജ്രിവാളിന്റെ PA വൈഭവ് കുമാർ തല്ലിയെന്ന് പറഞ്ഞാണ് സ്വാതി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത്. പിന്നാലെ സ്റ്റേഷനിൽ എത്തിയ സ്വാതിയോട് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാകണമെന്ന് പോലീസ് അറിയിച്ചു. വോട്ട് ചെയ്യാനെത്തിയ മുസ്ലിം സ്ത്രീകളുടെ മുഖപടം മാറ്റി പരിശോധിച്ചതിന് ഹൈദരാബാദിലെ BJP സ്ഥാനാർത്ഥി മാധവി ലതയ്ക്കെതിരെ കേസ്. പോളിംഗ് ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. അനുചിത സ്വാധീനം ചെലുത്തൽ,
ഉദ്യോഗസ്ഥരെ കൃത്യനിർവഹണത്തിൽ നിന്ന് തടസ്സപ്പെടുത്തൽ, ഭയപ്പെടുത്തുന്ന തരത്തിൽ ഭീഷണി മുഴക്കൽ എന്നീ IPC വകുപ്പുകളും പോളിംഗ് സ്റ്റേഷനുള്ളിൽ ചട്ടലംഘനം നടത്തിയതിന് ജനപ്രാതിനിധ്യ നിയമപ്രകാരവുമാണ് കേസെടുത്തിട്ടുള്ളത്. HD രേവണ്ണയ്ക്ക് ബാംഗ്ലൂരുവിലെ ജനപ്രതിനിധികളുടെ കേസ് പരിഗണിക്കുന്ന പ്രത്യേക കോടതി സോപാധിക ജാമ്യം അനുവദിച്ചു. കഴിഞ്ഞ ദിവസം രേവണ്ണയ്ക്കെതിരെ പരാതി നൽകിയ സ്ത്രീ തന്റെ മൊഴി മാറ്റിയിരുന്നു. ഇതോടെയാണ് 6 ദിവസമായി ജയിലിൽ കഴിഞ്ഞ രേവണ്ണ കേസിൽ നിന്ന് പുറത്തുവന്നത്. മുംബൈയിൽ കനത്ത മഴയിലും പൊടിക്കാറ്റിലും കൂറ്റൻ പരസ്യബോർഡ് പെട്രോൾ പമ്പിന് മുകളിൽ തകർന്നു വീണ് 8 പേർ മരിച്ചു. അപകടത്തിൽ 64 പേർക്ക് പരിക്കേറ്റു. മുംബൈ ഗഡ്കോപ്പറിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം സഹായധനം പ്രഖ്യാപിച്ച സർക്കാർ സംഭവത്തിൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയെ തുടർന്ന് കാഴ്ചാപരിധി കുറഞ്ഞതോടെ മുംബൈ വിമാനത്താവളത്തിൽ നിരവധി വിമാന സർവീസുകൾ വൈകി. ഉത്തർപ്രദേശിലെ ജോൺപൂരിൽ മാധ്യമപ്രവർത്തകനായ സുദർശൻ ന്യൂസ് റിപ്പോർട്ടർ അശുതോഷ് ശ്രീവാസ്തവയെ വെടിവെച്ചു കൊന്നു. ജോൺപൂരിലെ ഷാഹഗഞ്ചിലാണ് സംഭവം. അജ്ഞാതരായ അക്രമികളാണ് വെടിവെച്ചതെന്നാണ് നിഗമനം. അക്രമികളെ പിടികൂടാൻ അന്വേഷണ സംഘം രൂപീകരിച്ചതായി ജോൺപൂർ SP അജയ് പാൽ ശർമ്മ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ തിരഞ്ഞെടുപ്പിന് തലേദിവസം ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിനെതിരെ YSR കോൺഗ്രസ് പാർട്ടി പരാതി നൽകി. YSRCP ദയനീയമായി പരാജയപ്പെടുമെന്നും കേവലം 51 സീറ്റിലേക്ക് ഒതുങ്ങുമെന്നും പ്രശാന്ത് കിഷോർ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. വിവാഹം വേഗം കഴിക്കേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. റായ്ബറേലിയിലെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധി തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി ഇങ്ങനെ പറഞ്ഞത്. റാലിയിൽ സഹോദരിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി വാദ്രയും പങ്കെടുത്തിരുന്നു. ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ 10 കൊല്ലത്തേക്ക് നടത്തിപ്പിനുള്ള കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചു. തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യക്കായിരിക്കും. മധ്യേഷ്യയിൽ ഇറാനും ഇസ്രായേലുമായുള്ള അസ്വാരസ്യം തുടരുന്നതിനിടെയാണ് ഇന്ത്യ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഇന്ത്യ നേരത്തെ തന്നെ സഹകരിച്ചിരുന്നു. 2020 ലോകകപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി പാകിസ്ഥാനെതിരായ 2020 പരമ്പരയിൽ കളിക്കാൻ ഇംഗ്ലണ്ട് താരങ്ങൾ IPL വിടുന്നു. രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണർ ജോസ് ബട്ട്ലർ ഇംഗ്ലണ്ട് ദേശീയ ടീമിനൊപ്പം ചേരുന്നതിനായി ഇതിനകം രാജസ്ഥാൻ ക്യാമ്പ് വിട്ടു. ബട്ട്ലർക്ക് പുറമെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മൊയിൻ അലി, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ വിൽ ജാക്സ്, റീസെ ടോപ്ലി, പഞ്ചാബ് കിങ്സിന്റെ ലിയാങ് ലിവിങ്സ്റ്റൺ, ജോണി ബെയർസ്റ്റോ, സാം കറൻ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഫിൽസാൾട്ട് എന്നീ ഇംഗ്ലണ്ട് കളിക്കാരുടെ സേവനം ഇനി ഈ ടീമുകൾക്ക് ലഭിക്കാതാകും. IPLൽ ഇന്നലെ നടക്കേണ്ടിയിരുന്ന ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം മഴ മൂലം മുടങ്ങി. ഇതോടെ ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം പങ്കിട്ടെങ്കിലും 13 കളികളിൽ നിന്ന് 11 പോയിന്റോടെ 8ാം സ്ഥാനത്തുള്ള നിലവിലെ റണ്ണേഴ്സപ്പായ ഗുജറാത്ത് ടൈറ്റൻസ് IPLന്റെ പ്ലേ ഓഫ് കാണാതെ പുറത്തായി. നേരത്തെ പ്ലേ ഓഫ് ഉറപ്പിച്ച കൊൽക്കത്ത 19 പോയിന്റുമായി 1ാം സ്ഥാനത്ത് തുടരുകയാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.